A coisa que eu mais amo na vida é jogar futebol. Cada dia que eu fico longe é um dia de sofrimento. Então, sério. തൻ്റെ കുടുംബത്തിനുണ്ടായ ആ വലിയ വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവൻ ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നിരുന്ന അച്ഛൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അച്ഛൻ ആ കാര്യം അവനോട് ആവശ്യപ്പെടുന്നത്. നീ ഈ നാട് വിട്ട് തന്നെ പോകണം. ഇവിടെ നിന്നാൽ ഈ കുപ്പയിലെ ജീവിതം തന്നെ നിന്നിലും ബാധിക്കും. നീയും അവരെപ്പോലെ കുപ്പകൾ പറക്കി നടക്കുന്ന ഒരാളായി മാറും. എനിക്ക് നിന്നെ ഇനി പരിശീലിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. പക്ഷേ തൻ്റെ അച്ഛനെ ആ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് പോകുവാൻ ആ മകന് മനസ്സ് വന്നില്ല. എന്നാൽ പിന്നീട് എപ്പോഴോ അച്ഛൻ്റെ നടക്കാത്ത ആഗ്രഹങ്ങളെ നിറവേറ്റുവാനായി അവൻ സ്വയം ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു തൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക്. അവിടുന്ന് പിന്നീട് കാൽപന്തിൻ്റെ ലോകത്തേക്ക് അവൻ യാത്രയായി. റീഡോ ജനീറിയിലെ തെരുവുകളും കടലോരങ്ങളും കുഞ്ഞു മൈതാനങ്ങളും കടന്ന് ഫുട്സാളിലേക്ക്, അവിടുന്ന് സാൻഡോസിലേക്ക്, ശേഷം സ്വപ്ന സാക്ഷാത്കാരമായ ആ നാഷണൽ ജേഴ്സി അണിയുന്നു. കാലൊളിപ്പിച്ച മാന്ത്രികത കൊണ്ട് കുപ്പയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴും ആ പഴയ നാളുകളെ അവൻ മറന്നില്ല. താൻ വളർന്ന ആ ഗ്രാമത്തെ മറന്നില്ല. ഒളിച്ചോടേണ്ടി വന്ന മണ്ണിലേക്ക് തിരികെ വന്ന് ആ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നു. അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നു. ദാരിദ്ര്യമകറ്റുന്നു. സ്കൂളുകളും വീടുകളും മൈതാനങ്ങളും പണി കഴിപ്പിക്കുന്നു. ആ കുഗ്രാമത്തിൻ്റെ സ്വപ്നങ്ങൾ തന്നെ മാറ്റിയെടുക്കുന്നു. സാമ്പാ ചുവടുകളുടെ പുതിയ ആവിഷ്കാരങ്ങളിലൂടെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ യുവരാജാവായി മാറുകയും ബാഴ്സയിലും പാരീസിലും തീർത്ത അത്ഭുതങ്ങളുടെ രാത്രികൾ കൊണ്ട് ആ കാലഘട്ടത്തിലെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ ത്രസിപ്പിച്ച ഫുട്ബോൾ ലോകത്തിൻ്റെ ഒരു സുൽത്താനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും അവിടെ നിന്നാണ്. ആ കുഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ പിറന്ന് ഈ ലോകത്തിന് നെറുകിലേക്ക് സഞ്ചരിച്ച അവൻ്റെ പേരായിരുന്നു നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയറാണ്. ഞാനടങ്ങുന്ന മലയാളികൾക്ക് നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ഭ്രമം. ഏതൊരു കടുത്ത ബ്രസീലിയൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിൻ്റെ പര്യായമൊന്നുമായിരുന്നില്ല. ഇതിഹാസങ്ങൾക്കൊട്ടും പഞ്ഞമില്ലാത്തൊരു നാട്ടിലെ മറ്റൊരു അസമാന പ്രതിമ മാത്രമായിരുന്നു അയാൾ. വസ്തുതകൾ എങ്ങനെയൊക്കെയാണെങ്കിലും 90കളുടെ അവസാനങ്ങളിൽ ജനിച്ച തലമുറയിലെ ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ യുവ ഹീറോ നെയ്മർ തന്നെയായിരിക്കും. തൻ്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരുടെയും ലോക ഫുട്ബോളിലെ രാജാവായ പെലയോട് നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. പുതിയ പെലയെന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് കെട്ടാൻ ഈ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ ഒരിക്കലും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയില്ല. രാജ്യാന്തര തലത്തിലും ക്ലബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള പ്രകടനം അയാൾ തുടർച്ചയായി പുറത്തെടുത്തുകൊണ്ടേയിരുന്നു. രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളിലെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറുവാൻ അയാൾക്ക് സാധിച്ചിരുന്നു എന്നതായിരുന്നു വാസ്തവം. ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും രാജ്യാന്തര തലത്തിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വൈകാരിക പ്രഖ്യാപനങ്ങൾക്കുമപ്പുറം കണക്കുകളുടെ പിൻബലമുള്ള അയാളുടെ നേട്ടങ്ങൾ. പുതിയ പെലെ എന്നതൊക്കെ ബ്രസീലുകാരുടെ വ്യാമോഹം മാത്രമായിരുന്നുവെങ്കിലും കാൽപന്ത് പ്രേമികൾക്കിടയിൽ ആഘോഷിക്കപ്പെടാനുള്ള ബ്രസീലിയൻ ജനിതക ഗുണങ്ങൾ അയാളിൽ ആവോളമുണ്ടായിരുന്നു. ആ പ്രതിഭാസമ്പത്ത് കൈമുതലാക്കിയ ഉയരങ്ങളിലേക്ക് അയാൾ ഡ്രിബിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ്
ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പല പരിക്കുകളും അയാളെ വേട്ടയാടാൻ ആരംഭിക്കുന്നത്. 2014 ലോകകപ്പിൽ സുനികയുടെ ചവിട്ടുകൊണ്ട് നട്ടെല്ലിന് പരിക്ക് പറ്റി പുറത്തു പോയത് മുതൽ ചെറുതും വലുതുമായ ഒരുപാട് പരിക്കുകൾ അയാൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു. അതിൽ കായിക താരങ്ങൾ ഒരിക്കലും ഇരയാകരുതെന്ന് ആഗ്രഹിക്കുന്ന, ഭേദമായാലും ഒഴിയാബാധ പോലെ വേട്ടയാടുന്ന ലിഗ്മെന്റ് ആങ്കിൾ മെറ്റാഡാസിൻ എന്ന ഗുരുതര പരിക്കുകൾ കൂടി അയാൾക്ക് പിടിപെട്ടിരുന്നു. അവ അയാളെ വിടാതെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അയാൾക്ക് പല നിർണായക മത്സരങ്ങളും ടൂർണമെൻറ്റുകളും വരെ നഷ്ടമായിക്കൊണ്ടേയിരുന്നു. ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ബ്രസീലിനെ കാണുമ്പോഴെല്ലാം പ്രതീക്ഷയോടെ ഓർമ്മകളിലേക്കൊരു കാൽപന്തുരുളും. ദ്രുതതാളത്തിൽ തിരിഞ്ഞും കറങ്ങിയും പതഞ്ഞുമൊഴുകുന്ന ആ പന്ത് പതിഞ്ഞിരിക്കുന്ന ബൂട്ടുകളുടെ ഉടമയെ തേടി ഇറങ്ങിയാൽ കണ്ണുകളും ഓർമ്മകളും ചെന്ന് നിൽക്കുക ഒരു 10ാം നമ്പറിലേക്കാണ്. 4 വർഷങ്ങൾക്കുള്ളിൽ 2 യൂറോ കപ്പും 1 ലോകകപ്പും എടുത്തുകൊണ്ട് ലോകത്തിലെ ഏതൊരു ടീം എതിരെ വന്നു നിന്നാലും അവരെ തകർത്ത് കളഞ്ഞ് രസിച്ചിരുന്ന 11 അമാനുഷിക പ്രതിഭകൾ ഒരുമിച്ച് വേട്ടക്കിറങ്ങിയ സ്പെയിൻ എന്ന കിരീട വേട്ടക്കാരുടെ കൂട്ടത്തെ ഏതാണ്ട് ഒറ്റയ്ക്ക് ഗ്രൗണ്ടിൽ നിന്ന് മാച്ച് കളഞ്ഞ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 2013 കോൺഫെഡറേഷൻ കപ്പിൽ തൻ്റെ ടീമിനെ ചാമ്പ്യനാക്കിയ ഒരു 21-കാരൻ. PSG ആദ്യ പാദത്തിൽ 4 ഗോളിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയതിനാൽ 2ാം പാദത്തിൽ 5 ഗോൾ മാർജിനിൽ ജയിക്കുക എന്ന അസാധ്യമായ ലക്ഷ്യത്തിലേക്ക് ബാഴ്സയുടെ ഭടന്മാർ ബൂട്ടുകെട്ടിയിറങ്ങിയ ആ മത്സരത്തിൽ ബാഴ്സയ്ക്കായി ആർപ്പുവിളിക്കുന്ന ആരാധകരുടെ മുന്നിൽ അവരുടെ മിശിഹ വെറുമൊരു മനുഷ്യനായി മാറിയ ദിനം ബാഴ്സയുടെ ആരാധകരുടെ പ്രതീക്ഷകളെ താഴെ വെക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് എണ്ണം പറഞ്ഞ 2 ഗോളുകളുമായി തൻ്റെ ടീമിനെ 6-1 വിജയത്തിലേക്ക് നയിച്ച ഫിനോമിനൻ. 2015-16 സീസണിൽ ലിഗ്മെന്റ് ഇഞ്ചുറിയുമായി മെസ്സി കളിക്കളത്തിന് പുറത്തിരുന്ന 8 മത്സരങ്ങളിൽ മെസ്സിയുടെ അഭാവം ടീമിനെ തരി പോലും അറിയിക്കാതെ 8 കളികളിൽ നിന്നും 10 ഗോളുകളും 6 അസിസ്റ്റുകളും നൽകി തൻ്റെ ടീമിനെ പോയിന്റ് ടേബിളിൻ്റെ മുകളിൽ നിന്നും 1 ഇഞ്ച് പോലും താഴെ ഇറക്കാതെ നോക്കിയ ആ സാമ്പാ നർത്തകൻ. 2022 ഖത്തർ ലോകകപ്പിൽ പലകുറി കൂടെയുള്ളവർക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയപ്പോഴും അവർക്കൊന്നും ക്രൊയേഷ്യൻ പ്രതിരോധം ഭേദിക്കുവാനാകില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ മിഡിൽ നിന്നും പന്തുമായി നേരിട്ട് യുദ്ധത്തിനിറങ്ങി ക്രൊയേഷ്യൻ പ്രതിരോധത്തെയും ഗോൾ കീപ്പറെയും ചുമ്മാ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്ന് തൻ്റെ പേരിൽ കുറിച്ച നെയ്മർ എന്ന ആ മനുഷ്യൻ. ഒരു കാലഘട്ടത്തെ അല്ല, ഈ ഫുട്ബോൾ ലോകത്തിലെ മികച്ച 2 ഇതിഹാസങ്ങളുടെ കാലത്ത് പോലും ഫുട്ബോൾ ലോകത്തിൻ്റെ ഇടനെഞ്ചിൽ അവരോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട പേര്. കണക്കിലൊത്ത കിരീടങ്ങളോ പുരസ്കാരങ്ങളോ ബലോൺ ഡിയോറുകളോ അവകാശപ്പെടാനില്ലായിരുന്നുവെങ്കിൽ പോലും കാലിലെ മാന്ത്രികത ഒന്നുകൊണ്ട് കാണികളുടെ സുൽത്താനായി വാഴ്ത്തപ്പെട്ട പന്താട്ടക്കാരൻ. അതെ, ഞങ്ങളുടെ ഒരേ ഒരു നെയ്മർ ജൂനിയർ. അയാളെ വിമർശിക്കുന്നവർ പോലും ഒരു കാലത്ത് അവൻ്റെ കളി കാണുവാൻ പൂതിപൂത്ത് കാത്തിരുന്നിട്ടുണ്ട്. റെയിൻബോകൾക്കും നെറ്റ്മകൾക്കും ട്രിബിളുകൾക്കും ഒപ്പം അവരുടെ ഇടനെഞ്ച് പോലും തുടിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അത് കളി കാണുന്നവൻ്റെ മനസ്സിനെ മയക്കിയവനാണ് നെയ്മർ. പുൽമൈതാനങ്ങളെ ആനന്ദലഹരി പിടിപ്പിച്ചവൻ. സാന്റോസും കാറ്റലോണിയും പാരീസുമെല്ലാം അതിൻ്റെ നേർക്കാഴ്ചക്കാരാണ്. പരിക്കുകൾ ശീലമാക്കുമ്പോഴും എതിർത്താരങ്ങളെ അപമാനിക്കും തരത്തിലുള്ള സ്ഥിരം ശൈലി അയാളിൽ നിന്നും ഒട്ടും അസ്തമിച്ചു പോയിരുന്നില്ല. തുടർ പരിക്കുകൾക്ക് അത് കാരണമാകുമെങ്കിൽ പോലും അതൊന്നുമില്ലാത്ത നെയ്മർ ചിന്തകൾക്ക് അതീതം തന്നെയായിരുന്നു. ബ്രസീലുകാരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പിറന്നവനായിരുന്നു അവൻ. പക്ഷേ കരിയറിൽ പകുതിയിലേറെ പരിക്കുകളാൽ വലഞ്ഞുകൊണ്ട് പുറത്തിരിക്കേണ്ടിയും വന്നിട്ടുണ്ട് അയാൾക്ക്. എന്നിട്ടും ഓരോ തിരിച്ചുവരവുകളിലും പകിട്ടൊട്ടും കുറയാത്ത രാവുകൾ നമ്മൾക്ക് വേണ്ടി അയാൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു. നെയ്മർ അയാളെപ്പോഴും ഒരു ഹരമായിരുന്നു. വർഷങ്ങൾ കളത്തിലില്ലാതിരുന്നിട്ടും ഒരായുസിൽ ഓർമ്മിക്കാനുള്ളതെല്ലാം ഓരോ തിരിച്ചുവരവിലും ഒരുക്കി വച്ചിരുന്ന മാന്ത്രികൻ. ഇന്നും അയാൾക്ക് മുകളിൽ പകരമായി മികച്ചതായി എന്നത് എഴുതി വെക്കാൻ പോലും ബ്രസീലിൻ്റെ തലമുറയിൽ ഇന്നോളം ആരും പിറന്നിട്ടില്ല. ഇന്ന് പന്ത് തട്ടുന്ന കൂട്ടർക്കിടയിൽ ചരിത്രമാകുമെന്ന് വിശേഷിപ്പിച്ച പലരും നാഷണൽ ജേഴ്സിയിൽ അമ്പയെ പരാജയമാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നെയ്മർ അയാളുടെ ബ്രസീൽ കുപ്പായത്തിലുള്ള കഥ അതത്ര സുന്ദരമായിരുന്നില്ലെങ്കിലും ആസ്വദിക്കുവാൻ കഴിഞ്ഞവർ ഭാഗ്യം ചെയ്തവർ തന്നെയായിരുന്നു. പ്രൗഢഗംഭീരമായ കാൽപന്ത് കരിയർ സാന്റോസിൽ തുടങ്ങി ബാഴ്സയിൽ ആർത്തുല്ലസിച്ച് പാരീസിൽ ഉൾക്കിടലം തീർത്ത് ഹിലാലും കടന്ന് തൻ്റെ തായ്മടുത്തിട്ടില്ലെന്നോണം ബ്രസീലിൻ്റെ മണ്ണിലേക്ക് തന്നെ തിരികെ നടക്കേണ്ടി വന്നപ്പോൾ
ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി തിരിച്ച കാനഡയുടെ സുൽത്താൻ്റെ പേരിന് കളങ്കം സംഭവിച്ചിരുന്നുവെന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടാവില്ല. വേൾഡ് കപ്പോ ബലോൺ ഡോറുകളോ സിംഹാസനമായും ചെങ്കോലുമായും അകമ്പടിയോടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കാലിലെ മാന്ത്രികത ഒന്നുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ അങ്ങോളം വശീകരിച്ച് വെച്ചവൻ്റെ പേര് സുവർണ ലിപികളാൽ ആരാധക ഹൃദയത്തിലേക്ക് എന്നോ അലിഞ്ഞു ചേർക്കപ്പെട്ടതായിരുന്നില്ലേ? ഫുട്ബോളിനെ ആത്മാവായി കണക്കാക്കിയിരുന്ന ബ്രസീലിയൻ മണ്ണിൽ നിന്നും ഒട്ടനവധി ഇതിഹാസങ്ങൾ അവരുടെ ചരിത്രത്തിലേക്ക് പിറവിയെടുത്തിരുന്നുവെങ്കിൽ പോലും അതിൽ നിന്നുമെല്ലാം അദ്ദേഹം ഏറെ വ്യത്യസ്തനായിരുന്നു. അയാളുടെ പാദചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നത് അടങ്ങാത്ത വികാരമായിരുന്നു. ഒരു കൂട്ടം ബ്രസീൽ ഇതിഹാസങ്ങൾക്ക് ശേഷം ആ തലമുറയിൽ എല്ലാം സമുച്ചമായി ചേർന്ന് ഒന്നായി പുനർജനിച്ചത് ഒരാളിലൂടെ എന്നായിരുന്നു ബ്രസീലുകാരുടെയും ഈ ലോകത്തിൻ്റെയും വാദം. അതിനയാൾ പ്രാപ്തനമായിരുന്നു. എല്ലാത്തിനും ഈ ലോകം സാക്ഷിയായിരുന്നു. മഹത്വങ്ങളുടെ അനന്തതയിൽ ഒരുക്കിയെടുക്കുന്ന സിംഹാസനത്തിൽ അയാൾ ഒരിക്കൽ പോലും ഇരുന്നില്ല എങ്കിൽ പോലും സർവ്വപുരുഷാരങ്ങളും ഈ ലോകവും ഇഹലോകവും അയാൾക്ക് മുമ്പിൽ വണങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അത് അയാളുടെ പേരാണ് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. Neymar of Barcelona of Brazil gives Brazil their first ever Olympic gold medal. നെയ്മർ ഒരു സാധാരണ ഫുട്ബോളർ ആയിരുന്നില്ല. അവൻ്റെ കാലിൽ അജ്ഞാതമായ ആജ്ഞയനുസരിച്ച് വണ്ണം പന്ത് എപ്പോഴും വഴങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവന് ചുറ്റും ഭ്രമണപഥത്തിലെന്ന പോലെ എതിരാളികൾ എപ്പോഴും വട്ടമിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. കാന്തിക വലയെന്ന പോലെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. മൈതാനത്ത് അവൻ വരയ്ക്കുന്ന ആരങ്ങളും ചതുരങ്ങളും അവൻ്റെ ശരീരവും കാറ്റും നിറച്ച പന്തും തമ്മിലുള്ള ഗാഢപ്രണയത്തിന് സൃഷ്ടി കൂടിയായിരുന്നു അയാൾ. അവൻ പന്ത് പാസ് ചെയ്തിരുന്നത് മറ്റൊരു കളിക്കാരനിലേക്കായിരുന്നില്ല, ഭാവിയിലെ ഒരു ബിന്ദുവിലേക്കായിരുന്നു. പോയിന്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ് ബ്രസീലുകാർ അതിനെ പറയാറുള്ളത്. പുതിയൊരു പിറവിയുടെ ശൂന്യതയിലേക്കാണ് നെയ്മർ പലപ്പോഴും പാസ് ചെയ്തിരുന്നത്. അവൻ്റെ കാലിൽ നിന്നും പാസ് പുറപ്പെടുമ്പോൾ ആ സ്ഥാനത്തൊരു കളിക്കാരൻ ഉണ്ടാകണമെന്നില്ല, ഉണ്ടായി വരികയാണ് പതിവ്. അതിൽ നിന്നൊരു പുതിയ നീക്കം രൂപപ്പെടും. അതിനെ തടുക്കുവാൻ എതിരാളികൾക്ക് പോലും സാധിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നെയ്മർ ജോഗോ ബൊണിറ്റയെ പുനർജനിപ്പിച്ചത്. മറിച്ച് സാമ്പാ ചുവടുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല, അത് കാണുവാൻ ഉൾക്കണ്ണ് വേണമായിരുന്നു. ഓരോ നീക്കവും ഓരോ സൃഷ്ടിയായിരുന്നു. ഭാവിയെ അവൻ പുനർനിർണയിക്കുകയായിരുന്നു. നെയ്മർ കളിക്കുകയായിരുന്നില്ല, കളിയെ വ്യാഖ്യാനിക്കുകയായിരുന്നു, ഒരു കലാകാരൻ എന്ന പോലെ. എതിരാളികളെ അപമാനിക്കുന്നതാണ് അയാളുടെ നൃത്ത ചുവടുകൾക്ക് ഇഷ്ടമെങ്കിലും അതിനെ മാത്രം ആസ്വദിച്ചവർക്ക് ആ നെയ്മറിനെ ഒരിക്കലും കാണാൻ സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നിട്ടും പക്ഷേ ഒരു കൂട്ടം ആളുകൾ അയാളെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹം കളിക്കളത്തിലെ എതിരാളികളെ പരിഹസിക്കുവോളം വിമർശകരെ നിരന്തരം നിരാശപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരുപക്ഷെ പരിക്ക് വില്ലനായി കരിയറിനെ കാർന്നു തിന്നാൻ ആരംഭിച്ചത് മുതലാണ് അദ്ദേഹത്തിന് വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങുന്നത്. എന്നിട്ടും ഓരോ തിരിച്ചുവരവിലും പതിവിലും മികച്ചവനായി അയാൾ കാണപ്പെട്ടു. കാറ്റടിച്ചാൽ വീഴുന്നവരെന്നും അഭിനയ കുലപതിയെന്നും പരിഹസിക്കുമ്പോഴും നെയ്മർ ആരായിരുന്നു, എന്തായിരുന്നു എന്നെല്ലാം അവർക്കും ശരിയായ ധാരണ ഉണ്ടായിരുന്നു. കാരണം പുരസ്കാരങ്ങളുടെ കോളങ്ങൾ ഒഴിഞ്ഞു കിടന്നിട്ട് പോലും ഇതിഹാസങ്ങൾക്കൊപ്പം അയാളുടെ പേരും ഈ ഫുട്ബോൾ ലോകത്ത് ഉയർന്നു കേട്ടതാണല്ലോ. ആപത്തൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, എല്ലാം നിസ്സാരമായ പരിക്കുകളായിരുന്നുവെങ്കിൽ ഈ മാനവരാശിക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത തലത്തിലേക്ക് അവർക്ക് മുന്നിലൂടെ അയാളും വളർന്നു പന്തലിച്ചത്. കടന്നു വന്ന വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നുവെന്ന് അയാളെപ്പോലെ നമ്മൾക്കും അറിയാം. പക്ഷേ അതേ വഴിയിൽ പല കോട്ടകളും അയാൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. മറക്കാനാകാത്ത, ആർക്കും സങ്കല്പിക്കാൻ പോലും ആവാത്ത പ്രതികാരരാവുകൾ ലോകം സാക്ഷിയായിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ തലമുറയിൽ നെയ്മറിൻ്റെ അത്തരം അമാനുഷിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിക്കാത്തവർക്ക് പുതിയൊരു അനുഭവമായും മറ്റുള്ളവർക്ക് ഒരു തിരിച്ചുപോക്കും പോലെ ഞാൻ ആ കഥ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അതെ, നാശത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. അത് കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകും നാശത്തിന് മുൻപുള്ള നെയ്മർ ആരായിരുന്നു എന്ന്. The deadlock in this quarter-final and equals Pele's national record. 2014 വേൾഡ് കപ്പ് ബ്രസീലിൽ നടക്കുമ്പോൾ മുഴുവൻ പ്രതീക്ഷയും ഒരൊറ്റ ചെറുപ്പക്കാരനിൽ മാത്രമായിരുന്നു.
ആ അത്ഭുതപ്പിറവിയിൽ ആ മണ്ണും മനസ്സും ഏറെ വിശ്വസിക്കുവാൻ കാരണവും അവിശ്വസനീയമായ അവൻ്റെ പ്രതിഭാശേഷി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 2013 കോൺഫെഡറേഷൻ കപ്പിൽ ലോക ചാമ്പ്യന്മാരായ, അതിലുപരി ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ലായിരുന്നു എന്ന് അവകാശപ്പെട്ട സ്പാനിഷ് പടയുടെ അപരാജിത കുതിപ്പിൻ്റെ വേരോട്ടം പോലും നിരപ്പിച്ചാണ് ആ കിരീടമുയർത്തിയ അയാൾ ബ്രസീലിനെയും കൊണ്ട് വേൾഡ് കപ്പ് വേദിയിലേക്ക് എത്തുന്നത്. അവിടെ സർവ്വവിജയത്തിനും പിന്നിലും പങ്കുവഹിച്ചതും അയാൾ തന്നെയായിരുന്നു. ഒടുവിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കൊളംബിയയുമായി ബ്രസീൽ ഏറ്റുമുട്ടുന്നു. ജെയിംസ് റോഡ്രിഗസിൻ്റെ കീഴിൽ അപകടകാരികളായി മാറിയ കൊളംബിയയെ നേരിടുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ 2 വൻശക്തികളുടെ പോരാട്ടമായി അത് മാറുകയും ചെയ്തു. പക്ഷേ ആ മത്സരത്തിൽ സിൽവയുടെയും ഡേവിഡ് ലൂയിസിൻ്റെയും ഗോളുകളിൽ ബ്രസീൽ വിജയിച്ച് കയറുന്നുണ്ട്. കൊളംബിയയ്ക്ക് വേണ്ടി ആശ്വാസ ഗോൾ നേടിയതോ ജെയിംസ് റോഡ്രിഗസ്. എന്നാൽ പക്ഷേ ആ മത്സരത്തിന് 88-ാം മിനിറ്റിൽ ലോക ഫുട്ബോളിൽ നടുക്കിയ ആ നിമിഷം വരുന്നുണ്ട്. സുനികയുടെ കടുത്ത ഫൗളിന് നെയ്മർ ഇരയാകുന്ന നിമിഷം. സ്കൊളാരിയുടെ, ബ്രസീൽ ആരാധകരുടെ സകലമാന പ്രതീക്ഷകളും നാശത്തിലേക്ക് ആണ്ടുപോയ നിമിഷം. നട്ടെല്ല് പൊട്ടിയ വേദന സഹിക്കാൻ പറ്റാതെ അയാൾ ആ മൈതാനത്ത് വീണ് പടയുന്നുണ്ട്. മാർസെല്ലോ ആശ്വസിപ്പിക്കുവാനായി അയാളുടെ അടുത്തേക്ക് വേദനയോടെ ഓടിയെത്തുന്നുണ്ട്. പിന്നീട് മുഖം പൊത്തി കരയുന്നതും ആരാധകരുടെ മുന്നിലൂടെ അയാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയുമായിരുന്നു ഈ ലോകം സാക്ഷിയായത്. അതെ, അവസാനമായി നെയ്മറിനെ കണ്ട നിമിഷം. പിന്നീട് സിൽവയും നെയ്മറുമില്ലാതെ ഇറങ്ങിയ സെമിഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിക്കെതിരെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവിക്ക് ബ്രസീൽ ഇരയാകുന്നുണ്ട്. അതുവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒലിച്ചു പോകും പോലെ മറക്കാനയിലെ ആരാധകർ പൊട്ടിക്കരയുന്നുണ്ട്. അവർ നിശബ്ദതയോടെ മറക്കാനയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് എക്കാലത്തെ നാണക്കേടിൻ്റെ കഥ പേറിക്കൊണ്ട് ആ ജനത മുന്നോട്ട് ജീവിക്കേണ്ടിയും വന്നു. This was the worst Brazil team ever. A humiliation for the host nation. Brazil are out of the World Cup. I think it's the worst Brazilian team I've seen. Well, because they haven't got any top-class players. Brazil. 2 വർഷങ്ങൾക്കുമപ്പുറം ഒളിമ്പിക്സ് വേദിയിൽ ഒരിക്കൽ കൂടി നെയ്മർ ബ്രസീലിനെ കൊണ്ട് തിരിച്ചു വന്നു. നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം വേദനാശമനികളില്ലാത്ത നെയ്മർ പരിക്കിനെ അതിജീവിച്ച് ബ്രസീലിനെ 2016 ഒളിമ്പിക്സ് ഫൈനൽ വേദിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെയാകട്ടെ എതിരാളികൾ തങ്ങളെ നാണക്കേടിൻ്റെ അങ്ങേ തലത്തിലേക്ക് നയിച്ച അതേ ജർമ്മനി. എല്ലാം ഒരു നിമിത്തമായിരുന്നു. അയാളില്ലായിരുന്നുവെങ്കിലും ആ തോൽവിയുടെ ആ കറ അയാളിലേക്കും മണ്ണോളം പടർന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാകണം കാലം ഇത്തരമൊരു മുഹൂർത്തം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചതു. മത്സരത്തിന് 25-ാം മിനിറ്റിൽ അയാളുടെ മനോഹരമായ ഒരു ഫ്രീ കിക്ക് ജർമ്മനിയുടെ ഗോൾ പോസ്റ്റിൽ ആഴ്ന്നിറങ്ങി ബ്രസീലിനെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് കളിയുടെ സർവമാന മേഖലയിലും നെയ്മർ എഫക്റ്റ് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ 89-ാം മിനിറ്റിൽ ജർമ്മനി തിരിച്ചടിക്കുന്നു. 90 മിനിറ്റും കടന്ന് എക്സ്ട്രാ ടൈമും കടന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. ഇരു ടീമുകളും 4 വീതം ഗോളുകൾ ലക്ഷ്യം കാണുന്നുണ്ട്. പക്ഷേ ജർമ്മനിയുടെ 5-ാം കിക്ക് എടുക്കാൻ വന്ന താരത്തിന് പിഴയ്ക്കുകയായിരുന്നു. ശേഷം ബ്രസീലിൻ്റെ 5-ാം കിക്ക് എടുക്കുവാൻ നിയോഗിക്കപ്പെട്ടതോ സാക്ഷാൽ നെയ്മറും. അതൊരു വല്ലാത്ത നീതിയായിരുന്നു. തൻ്റെ രാജ്യത്തെ അപമാനിച്ചവർക്ക് മുന്നിൽ തന്നിലൂടെ തന്നെ വിജയം നേടി അതേ മണ്ണിൽ അതേ മറക്കാനയിൽ പുനർജനിക്കണമെന്ന നീതി. പ്രതികാരത്തിലേക്കും കിരീടത്തിലേക്കുമുള്ള ദൂരം പന്തും ഗോൾ പോസ്റ്റും തമ്മിലുള്ള അകലത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയ ശേഷം അതെ, ഈയൊരു ഗോൾ എല്ലാ അനീതിക്കും മുകളിലുള്ള അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. തോൽവിയുടെ കളങ്കം തൻ്റെ മേൽ ചാർത്തപ്പെട്ടവർക്കുള്ള മറുപടി കൂടിയായിരുന്നു. മത്സരത്തിൽ മികച്ചൊരു ഫ്രീ കിക്ക് ഗോളും പെനാൽറ്റിയും ജർമ്മനിയുടെ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് അതേ മറക്കാനയിൽ അയാൾ ശാപമോക്ഷം പ്രാപിക്കുന്നുണ്ട്. അഗ്നിശുദ്ധി വരത്തുന്നുണ്ട്. മറക്കാൻ ഒരിക്കൽ കൂടി ചിരിക്കുവാൻ ശീലിക്കുന്നുണ്ട്. ആ മനോഹരമായ നിമിഷത്തിൽ നെയ്മർ അവരെ സന്തോഷപ്പെരുമഴയിൽ ആഘോഷിക്കുവാൻ പരുവപ്പെടുത്തുന്നു. പക്ഷേ ഇന്ന് പലരും ചിന്തിക്കുന്നുണ്ട്, നെയ്മർ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ജർമ്മനി അന്ന് 7 ഗോളുകൾക്ക് വിജയിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം അവരുടെ വ്യാമോഹം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ആ നെയ്മറിനെയും ബ്രസീലിനെയും തൊടുവാൻ ഇന്നോളം ഈ ഫുട്ബോൾ ലോകത്ത് ആരും പിറവിയെടുത്തില്ല. Olympic goal in the semi-final. After the Wimbledon save,
Neymar of Barcelona of Brazil. ബാഴ്സയിൽ MSN നിറഞ്ഞാടിയ കാലഘട്ടം. പാരീസിലെ മൈതാനത്ത് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ പാദ പോരാട്ടം. അന്ന് എല്ലാവരും പറഞ്ഞു ബാഴ്സയുടെ ഗ്രൂപ്പ് വളരെ എളുപ്പമാണ് എന്ന്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും PSG പരാജയപ്പെടുത്തുവാൻ ആവില്ല എന്ന്. അത് ആ വാക്കുകൾ പിന്നീട് സത്യമായി മാറുകയായിരുന്നു. UCL അതുവരെ തോൽവിയറിയാതെ വന്ന കാറ്റാലമ്പട PSG-യോട് 4-0 നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. നീറിയ മനസ്സുമായി താഴ്ത്തിപ്പിടിച്ച കൊടികളും തോരണങ്ങളും കൊണ്ട് പാരീസിന്റെ മൈതാനം വിടുന്ന ബാഴ്സ ആളുകൾ. മൈതാനത്ത് നിരാശയോടെ തലതാഴ്ത്തി നിൽക്കുന്ന നെയ്മർ ജൂനിയർ. എന്നാൽ മത്സരശേഷം അയാൾ മീഡിയയോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്: പ്രായോഗികമായി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും ശ്രമം ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന്. ശേഷം ബാഴ്സലോണയിൽ നടന്ന സെക്കൻഡ് ലെഗിൽ ലോകം സാക്ഷിയായത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവിനെയാണ്. 4 ഗോളുകളുടെ ലീഡിനെ മറികടക്കുവാൻ ഒരിക്കലും ആകില്ല എന്ന് വിശ്വസിച്ച ഫുട്ബോൾ പണ്ഡിതന്മാരുടെയും ബാഴ്സ വിരോധികളുടെയും മുൻവിധികളെ രണ്ടായി കീറിമുറിച്ചാണ് കാറ്റിലോണയിൽ നെയ്മറും സംഘവും തിരിച്ചു വന്നത്. എതിരില്ലാത്ത 4 ഗോളുകൾക്കെതിരെ ബാഴ്സലോണ 6-5 എന്ന അവിശ്വസനീയമായി തിരിച്ചുവരവ് നടത്തിയപ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്കും വഹിച്ചത് നെയ്മർ ജൂനിയർ എന്ന ആ മനുഷ്യനാണ്. മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ തന്നെ സുവാരസ് തുടക്കമിടുന്ന ഗോൾ വേട്ട. ഒരു ഓൺ ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉൾപ്പെടെ നെയ്മറിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായി ലഭിച്ച പെനാൽറ്റി മെസ്സിയും ഗോളാക്കുന്നതിലൂടെ ബാഴ്സലോണ 3 ഗോളിന്റെ ലീഡിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്കെതിരെ കവാനി വീണ്ടും അവതരിക്കുന്നു. അതോടുകൂടി സ്കോർ 5-3 എന്ന നിലയിലേക്ക് എത്തി. ഇനി ബാഴ്സയ്ക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനിയും 3 ഗോളുകൾ കൂടി അടിക്കണമെന്ന നിലയിൽ. ഇതിനിടയിൽ സമയം സഞ്ചരിച്ച് 87-ാം മിനിറ്റും കടന്ന് പോയി കഴിഞ്ഞിരുന്നു. കാറ്റലോണിയൻ ജനതയ്ക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. പാരീസ് ആരാധകർ അവരുടെ വിജയം ആഘോഷിക്കുവാനും. അവിടെയാണ് നെയ്മർ എന്ന മനുഷ്യൻ സമ്മർദ്ദങ്ങളെയും സമയത്തെയും അതിജീവിക്കുവാൻ അവതരിക്കുന്നത്. ലഭിച്ച ഫ്രീ കിക്ക് യാതൊരു പിഴവും കൂടാതെ തന്നെ സമ്മർദ്ദ സമയത്തിൽ പോലും PSG-യുടെ വഴിയിലേക്ക് എത്തിക്കുന്നുണ്ട്. കൃത്യം 2 മിനിറ്റുകൾക്ക് ശേഷം സുവാരസിനെ ബോക്സിൽ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ബാഴ്സലോണയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിക്കപ്പെടുന്നു. ആ നിർണായക സമയത്ത് മെസ്സിയും സുവാരസും ടീമിൽ ഉണ്ടായിരുന്നിട്ട് പോലും അതിന് നെയ്മർ തന്നെയായിരുന്നു നിയോഗിക്കപ്പെട്ടത്. ഒരു കൂൾ പെനാൽറ്റി കിക്കിലൂടെ പന്തിനെ ലക്ഷ്യത്തിലേക്ക് അയച്ചുകൊണ്ട് ഒരു സമ്മർദ്ദത്തിനും തൻ്റെ നില തെറ്റിക്കുവാൻ സാധിക്കില്ല എന്നയാൾ വീണ്ടും തെളിയിക്കുന്നുണ്ട്. 95-ാം മിനിറ്റിൽ സെർജിയോ റോബർട്ടോയുടെ വിജയ ഗോൾ പിറക്കുമ്പോൾ ബാഴ്സലോണ അന്നേ വരെ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. ഫുട്ബോൾ ലോകത്തിൻ്റെ സമനില തെറ്റിച്ച ആ നിമിഷത്തിൻ്റെ പുറകിലും അതേ മനുഷ്യൻ്റെ കാലുകൾ തന്നെ. PSG ഗോൾ കീപ്പർ തട്ടിയകറ്റിയ പന്ത് പിടിച്ചെടുത്ത് തൻ്റെ ഇടങ്കാൽ കൊണ്ടയാൾ PSG-യുടെ ബോക്സിലേക്ക് കൃത്യമായി ഉയർത്തി നൽകുമ്പോൾ നെയ്മർ എന്ന മാന്ത്രികൻ്റെ ശരിയായ നിരീക്ഷണം തന്നെയായിരുന്നു അവിടെയും വിജയിക്കുന്നത്. ആരൊറ്റ ഗോൾ ബാഴ്സലോണയെ ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിൻ്റെ ഭാഗമാക്കി തീർക്കുന്നുണ്ട്. കാറ്റിലോണയിൽ ബാഴ്സലോണ ഉയർത്തി നിൽക്കുമ്പോൾ 2 ഗോളും 1 അസിസ്റ്റുമടക്കം ആ മത്സരത്തിൻ്റെ ആത്മാവായി മാറുന്നതും അയാൾ തന്നെയായിരുന്നു. അത് തന്നെ അവിശ്വസിച്ചവർക്ക് മുന്നിൽ വി ക്യാൻ എന്നയാൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഉയർന്നു കെട്ട സർവമാന മുൻവിധികളെയും കാറ്റിലോണികളുടെ മൈതാനത്തിട്ട് ദഹിപ്പിച്ചുകൊണ്ടയാൾ തലയുയർത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരുടെയും ലോക ഫുട്ബോളിലെ രാജാവായ പെലയോട് താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു. പുതിയ പെലയെന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് തട്ടാൻ ആ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയില്ല. രാജ്യാന്തര തലത്തിലും ക്ലബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള അയാളുടെ പ്രകടനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു. രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളിലെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറാൻ
അയാൾക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ വിധി തന്നെയായിരുന്നു. 2010 ഓഗസ്റ്റ് മാസത്തിൽ മൈക്കൽ ബ്രാഡ്ലിയുടെ അമേരിക്കക്കെതിരെ ഒരു കൊച്ചു പയ്യൻ ബൂട്ടുകെട്ടി ഇറങ്ങിയപ്പോൾ അധികമാരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകില്ല. വെട്ടിയൊതുക്കിയ തലമുടിയും അയഞ്ഞു നീണ്ട കാനറിക്കുപ്പായുമായി അവൻ കളത്തിലിറങ്ങിയപ്പോഴും ഇടത് മൂലയിൽ നിന്നും പാഞ്ഞെത്തിയ പന്തിനെ തലവെച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ വല ചലിപ്പിച്ചപ്പോഴും ബ്രസീലുകാർ ആരും തന്നെ അവനെ ഒരു സ്വപ്ന ഗോപുരത്തിന് മുകളിലും പ്രതിഷ്ഠിച്ചിരിക്കാൻ ഇടയില്ല. ആദ്യമേ മിന്നിത്തിളങ്ങി ക്ഷണം നേരം കൊണ്ട് കൊള്ളിയാൻ പോലെ കത്തിത്തീർന്ന നഷ്ടപ്രഭകളിൽ ആരുമായോ അവനെ സാമ്യപ്പെടുത്തുവാൻ തന്നെയായിരുന്നു അന്ന് മാധ്യമങ്ങൾ പോലും വാതുറന്നത്. പക്ഷേ അവൻ അന്നു മുതൽ ഒരു യാത്ര തുടങ്ങുകയായിരുന്നു. ദിക്ക് കാട്ടുന്ന താരകങ്ങളെയോ ദിശാസൂചകങ്ങളെയോ ഒന്നും വകവയ്ക്കാത്ത, ആരെയും പിന്തുടരാത്ത, സ്വന്തം വഴിയിൽ വഴിതെറ്റാത്തൊരു ദീർഘയാത്ര. ആത്മശ്വാസം മുറ്റി അവൻ്റെ ഓരോ ചുവടുകളും ആരാധകരുടെ ഹൃദയം കവർന്നുകൊണ്ടേയിരുന്നു. ഒരു ബാലറ്റ് നർത്തകൻ്റെ തികവോടെ അവൻ കളത്തിൽ അങ്ങോളം ചുവട് വെച്ചു. പന്തിനെ കാൽക്കീഴിൽ ഭരിച്ചു. പുകൾപ്പറ്റ പ്രതിരോധ കോട്ടകൾ പോലും അവൻ്റെ നീക്കങ്ങൾ ഗണിക്കാനാകാതെ കുഴങ്ങി നിൽക്കുന്നത് കാണാം. മഞ്ഞക്കുപ്പായത്തിൽ അവർക്കൊപ്പം അവൻ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടേയിരുന്നു. പോകെ പോകെ എതിരെ നിന്നവർ അവൻ്റെ ഉടലിനെ ഉന്നമാക്കാൻ തുടങ്ങി. അവനെ തോൽപ്പിച്ചത് അത്രയും പരിക്കുകളായിരുന്നല്ലോ. ബ്രസീലിൻ്റെ ഹൃദയപക്ഷം തീർത്തവരുടെ പ്രാർത്ഥനകൾ എന്നും അവൻ്റെ ബൂട്ടിനൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. അവൻ മുടന്തി വീണപ്പോഴെല്ലാം അവരിൽ നിന്നുയർന്ന തൊണ്ടുപൊട്ടുന്ന മുറവിളികൾ അവരുടെ ദൈവങ്ങൾ കേട്ടിരിക്കണം. ഉള്ളു പൊള്ളുന്ന ചൂടിലും അവൻ അതുകൊണ്ട് തിരികെ നടന്നുകൊണ്ടേയിരുന്നു. കരഞ്ഞു മടങ്ങാനാണെങ്കിൽ തുടങ്ങേണ്ടതില്ലായിരുന്നല്ലോ എന്നായിരുന്നു അവൻ്റെ ഭാഷ. അവൻ്റെ യാത്രയുടെ ദൂരമളന്നവർക്ക് കണക്കുകൾ അപ്പാടെ തെറ്റിക്കൊണ്ടേയിരുന്നു. എണ്ണപ്പെട്ട മത്സരങ്ങളിൽ സെൽസാവോ ജേഴ്സി അണിഞ്ഞേക്കാമെന്ന വിധി കുറിച്ചവർക്ക് മുന്നിൽ 100 എഴുതി വെച്ചൊരു കുപ്പായവുമായി വീണ്ടും ആ യാത്ര അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. റെക്കോർഡുകളും പുരസ്കാരങ്ങളും ആയിരുന്നില്ല അയാളുടെ ലക്ഷ്യം. എതിരെ വരുന്നവൻ്റെ ലക്ഷ്യത്തെ നിരാശപ്പെടുത്തണം. ചലനങ്ങൾ കൊണ്ട് കാൽപന്ത് കളിയുടെ ഈറ്റല്യങ്ങളിൽ ആരാധകരുടെ ഹൃദയം കവരണം. എല്ലാം അതയാൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അതെല്ലാം അയാളുടെ ജീവനെടുക്കും തരം ഓർമ്മകളാണ് സമ്മാനിച്ചു കൊണ്ടിരുന്നത്. 2014 തുടങ്ങിയ വേദനയുടെ കഥ ഇന്നും അയാളെ വിടാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. പിന്നീട് പല നിലങ്ങൾ, പലതിലും പതിവിലും വേഗതയില്ലാത്ത നെയ്മർ. മഞ്ഞക്കുപ്പായക്കാർക്ക് വേണ്ടി ശേഷം 2 തവണയും വിശ്വവേദികളിലേക്ക് വന്നപ്പോഴെല്ലാം നീറുന്ന ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് മടങ്ങി അയാൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇത്തവണ അവസാന നാളുകളിൽ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറച്ച യാത്രയിൽ പോലും മറ്റൊരു വിശ്വവേദി മുന്നിലുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ഉടലും ഉയിരും ബലി കൊടുത്ത ആ ജേഴ്സിയിലേക്ക് പോലും എത്താൻ അയാൾക്ക് പരീക്ഷണങ്ങളേറെ നേരിടേണ്ടി വന്നു. നെയ്മറില്ലാത്ത ഒരു ബ്രസീൽ യുഗത്തിന് പോലും പലരും തറക്കല്ലിടാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. എന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒടുക്ക തങ്കത്തിനായി അയാൾ സ്വയം മെരുക്കിയെടുത്ത് എത്തുന്നത് കാണാം. എന്നിട്ടും ഒടുവിൽ ആൻജലോട്ടിയുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ നെയ്മർ വീണു പോകുന്നുണ്ട്. ബ്രസീലിൻ്റെ ഭാഗതയും വഹിച്ച തലമുറകളിൽ എണ്ണപ്പെട്ടവർ മാത്രം എത്തിച്ചേർന്നിടത്താണ് ഇന്ന് അവനും എത്തി നിൽക്കുന്നത്. ഇന്നും അവൻ ഇറങ്ങുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ആരാധകർ അവൻ്റെ ബൂട്ടുകളിലേക്ക് കണ്ണയക്കാൻ കാത്തിരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. എപ്പോഴോ കണ്ടു മറന്നമായ കാഴ്ചകൾ ഒരിക്കൽ കൂടി നേരിൽ ദർശിക്കാനായി. ഒരുപക്ഷെ ആ പഴയ നെയ്മറായിരിക്കില്ല. പഴയതുപോലെ പന്തിനനുസരിപ്പിക്കും വണ്ണം അയാളുടെ കാലുകൾക്ക് വഴക്കം മറന്നേക്കാം. കൂടെ ഗോൾ നേടാം, ഗോൾ നേടാതിരിക്കാം. ഫലം എന്തു തന്നെയായാലും അയാളുടെ സാന്നിധ്യം കൂടെ ഉണ്ടായാൽ മാത്രം മതി ബ്രസീലുകാർ അനുഗ്രഹീതരാകാൻ. അതായിരുന്നു ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. കഠിന വഴികളെല്ലാം താണ്ടിക്കൊണ്ട് ബ്രസീലിൻ്റെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരെന്ന ഖ്യാതിയും അവരുടെ നഷ്ടപ്പെട്ട സുവർണ കാലഘട്ടത്തെ തിരികെ കൊണ്ടുവരാൻ എല്ലാം ഒന്നിൽ ആവാഹിച്ച് പിറവി കൊണ്ട് ആയുസെന്ന വിധിയും ഒരിക്കൽ കൂടി അയാൾ ആ ബ്രസീൽ ജേഴ്സിയിലേക്ക് എത്തിക്കുമെന്നും അതിലറിയാതെ അർമാദിക്കാമെന്നും ഞാനും ആരാധകരും ആഗ്രഹിച്ചിരുന്നു. ബ്രസീലിയൻ ജനതയുടെ കാത്തിരിപ്പും അതുതന്നെയായിരുന്നു. പക്ഷേ അവിടെയായിരുന്നു നെയ്മർ ബലി നൽകപ്പെടുന്നത്. പഴയ നെയ്മർ ആ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠയായിരിക്കട്ടെ. പുതിയ നെയ്മർ മുടന്തിയാണെങ്കിലും ഹൃദയത്തെ സന്തോഷിപ്പിക്കട്ടെ എന്ന വാചകവുമായി തുടങ്ങിയ ഈ യാത്ര പക്ഷേ അവസാനിക്കുന്നത്, ചെന്നെത്തി നിൽക്കുന്നത് ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ച ഏറ്റവും വലിയ വേദനയും കൂടി പേറിയാണ്. മലയാളികൾക്ക് നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള ഭ്രമം. ഏതൊരു കടുത്ത ബ്രസീലിയൻ ആരാധകനെയും സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിൻ്റെ പര്യായമൊന്നും ആയിരുന്നില്ല.
ഇതിഹാസങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരു നാട്ടിലെ മറ്റൊരു അസാമാന്യ പ്രതിഭ മാത്രമായിരുന്നു അയാൾ. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 90കളിൽ അവസാനങ്ങളിൽ ജനിച്ച തലമുറയിലെ ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ യുവ ഹീറോ നെയ്മർ ആയിരിക്കും. ഇന്ന് കേരളത്തിലും എൻ്റെയും. നെയ്മർക്ക് മാത്രം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു ടീമായി ബ്രസീൽ പരിണമിച്ചിട്ട് വർഷങ്ങൾ ഏറെയായിട്ടുണ്ട്. ദൈവം അയാൾക്ക് മാത്രം കനിഞ്ഞു നൽകിയ ഒരു വരദാനം കൂടിയായിരുന്നു അത്. പക്ഷേ ബലി കെടുക്കും മുന്നേ ആദ്യത്തെ 11-ൽ ഒരിടം കൊടുക്കാൻ എല്ലാ സാഹചര്യവും അയാൾക്ക് അനുകൂലമായിരുന്നു. എന്നിട്ടും തൻ്റെ മഹിമ കുറയുമെന്ന ചിന്ത കൊണ്ട് 16 ആരംഭിക്കുകയായിരുന്നു. ആൻസലോട്ടി വീണ്ടും അയാളെ നോർവേക്കെതിരെ പുറത്തിരുത്തി. ബ്രില്യൻസിയല്ല പലപ്പോഴും ഫുട്ബോളിൽ ജയിക്കുന്നത്, തീരുമാനങ്ങളാണ് എന്ന് അപ്പോഴേക്കും കാലം തെളിയിച്ചു കഴിഞ്ഞു. അയാളെ പുറത്തിരുത്തി നേടാമെന്ന് കരുതിയത് വെറും വ്യാമോഹമല്ല, തെറ്റല്ല, അഹങ്കാരമാണ്. അയാളോടുള്ള കടുത്ത വെറുപ്പായിരുന്നു. തൻ്റെ മുകളിൽ ഒന്നും പാടില്ല എന്ന വലിയ അഹന്ത. അതുണ്ടെങ്കിൽ പിന്നെ അയാൾ ഒരിക്കലും ടീമിലേക്ക് വിളിക്കേണ്ടതായിരുന്നില്ല. ഒടുക്കം തൻ്റേതല്ലാത്ത കാരണത്താൽ താനില്ലെങ്കിൽ പോലും രാജ്യം വിജയിക്കണമെന്ന് കരുതിയവൻ പടിയിറങ്ങുകയാണ്. ഇന്നോളം തട്ടിയ പന്തുകൊണ്ട് രാജ്യത്തിന് യശസ്സ് ഉയർത്താൻ കഴിയാതെ അപമാനപ്പെട്ടാണ് അയാളുടെ മടക്കം. അയാളിത് അർഹിക്കുന്നില്ല, അയാളെ ആരാധിക്കുന്നവരും. നീറുന്ന നേരവും കളിച്ചു എന്ന് തോന്നിയ നിമിഷം അയാളുടെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞപ്പോഴാണ്. തലതാഴ്ത്തി മടങ്ങാൻ കാലം അയാളെ അനുവദിക്കില്ലായിരുന്നുവെന്ന് ഉറപ്പായിരുന്നു. അതിൻ്റെ നിമിത്തമെന്നോണം വാക്പോര് നടത്തിയവനെ നിശ്ചലമാക്കിയ പെനാൽറ്റി. ഒടുവിൽ ശേഷക്രിയയ്ക്കെന്നോണം ബാക്കിയായത് അതൊന്നു മാത്രമായിരുന്നു. നെഞ്ചു നീറുന്നുണ്ട്, ഉള്ളിൽ ഒരു കനൽക്കട്ട എരിയുന്നുണ്ട്. കാലിൽ അനുസരിക്കും വണ്ണം പന്തിനെ ഇന്നോളം വശീകരിച്ച് വച്ചവൻ പന്തിനെ പുറകെ ഓടി നടന്ന് ക്ഷീണിച്ച് അവസാനിപ്പിക്കുന്ന കാഴ്ച തലയ്ക്ക് മുകളിൽ ഒരു അറവ് കത്തിവെച്ച് അതിജീവിക്കുന്നതിന് സമാനമായിരുന്നു. അത് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കിരീടമുയർത്തി നിൽക്കുന്നൊരു കാഴ്ച അടുത്തിടെ കണ്ട സ്വപ്നങ്ങളിലെല്ലാം അങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ഇനി അതൊരു പേക്കിനാവും മാത്രമായി അവശേഷിക്കും. പക്ഷേ അയാൾ എൻ്റെ മനസ്സിൽ കാൽപ്പന്ത് കൊണ്ട് എഴുതിയിട്ട അനശ്വരത നിത്യതയായി തന്നെ തുടരും. നെയ്മർ ഇവിടെ അവസാനിക്കുകയാണ്, അറിയാം. പക്ഷേ ഞാൻ അയാളിലൂടെ തന്നെ ജീവിക്കും. ഇനിയുള്ള തലമുറയ്ക്കായി റൊണോ മെസ്സി, നെയ്മർ പോലെയുള്ള ഒരു ഐഡിയൽ മെറ്റീരിയൽ പോലും ജന്മമെടുക്കാത്ത ഈ കാലത്ത് ഇനിയും തുടരാൻ പോകുന്ന റൊണോ മെസ്സി കഥകൾക്കുമൊപ്പം ഞാൻ ആ സാമ്പ നർത്തകൻ്റെ കഥയും കൂടി പറയും. എൻ്റെ നെയ്മർ ജൂനിയറിൻ്റെ കഥ. താങ്ക് യു ഐഡൽ.